എല്ലാ വീടുകളിലും അതിനകത്ത് പല വീട്ടിനകത്ത് കറണ്ടൊക്കെ കാണിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, കറണ്ട് വരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഒരു രീതിയിൽ സുമതി വളവിൽ ഒരു ലൈറ്റ് പോലും ഇവിടെ ആരും ശ്രമിക്കുന്നില്ല എന്ന് അതിനകത്ത് തോന്നി. ഒരു 5 ലൈറ്റോ ഒരു 50 ലൈറ്റോ അന്നത്തെ കാലഘട്ടത്തിൽ കൊണ്ട് ഇടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അത് അന്വേഷിച്ച് നോക്കുകയോ ചെയ്തിട്ട് അത് യക്ഷി വന്ന് പൊട്ടിച്ചു കളഞ്ഞിട്ട് പോണെങ്കിലും മനസ്സിലാവുമായിരുന്നു. അതും അതിനകത്തില്ല. അപ്പൊ അവിടെ എപ്പോഴും ഒരു പ്രശ്നമുള്ള സ്ഥലത്ത് ഡ്രോബാക്ക് പോലെ വിട്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു വിധത്തിലും അതിനെ ക്ലാരിറ്റി, അതിന്റെ അകത്തുള്ള വീടുകളിലൊക്കെ ലൈറ്റ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി കാണിക്കണോണ്ടാണ് ഞാനത് പറഞ്ഞത്, മനസ്സിലായോ? അതിനകത്ത് പിന്നെ കല്യാണം നടക്കണോ അതിലൊക്കെ ഇലക്ട്രിസിറ്റി വലിച്ചിടുന്നത്. ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഇത് വിഷയമല്ല, കാരണം പിന്നെ അവിടെ വിളക്കിന്റെ പുറത്താണ് എല്ലാ കളി. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു 2-3 ഡ്രോബാക്കുകൾ അത് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ കാര്യങ്ങളാണ്. ഇങ്ങനെ തോന്നി. പക്ഷെ അതർവൈസ് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. നല്ല സ്റ്റൈൽ ഓഫ് ഫിലിം. ഈ പടം എടുത്തവർക്കും ഈ പടത്തിൻ്റെ എല്ലാ ടീമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനി കാലഘട്ടം മാറി, ഇത് 2025. ഈ പറഞ്ഞ ഇനി ഞാൻ ജീവിതത്തിലോട്ട് വരാം. നോർമൽ ലെവലിൽ അന്നത്തെ എൻ്റെ വളരെ പേടി കൊണ്ട് വിക്ഷണനായി വെളിയിലിറങ്ങാതിരുന്ന, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോലും പുറത്തിറങ്ങാതെ നമ്മള് വീട്ടിന്റെ വാലന്റെ അവിടെ പോവുകയും അല്ലെങ്കിൽ ജനൽ വഴിയൊക്കെ യൂറിൻ പാസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ പേടി കാരണം. മനസ്സിലായി? അത്രയ്ക്കാണ് പേടിപ്പിക്കണത്. കാരണം ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വാതിലിന്റെ തൊട്ടപ്പുറത്ത് പോലും പോകില്ല. അത്ര പേടിപ്പിക്കണ യക്ഷിക്കഥകളുള്ള കാലം. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി വൈദ്യുതി നമ്മുടെ ലോകത്തോട്ട് കടന്നു വന്നു. വൈദ്യുതി ലോകത്തോട്ട് കടന്നു വരികയും എല്ലായിടും സ്ട്രീറ്റ് ലൈറ്റ് വരികയും എല്ലായിടും വീടുകൾ വൈദ്യുതി വലിക്കുകയും ഇന്ന് മൊബൈലിൽ പോലും ഒന്ന് വെളിച്ചം ഒന്നണഞ്ഞാൽ നമുക്ക് കത്തിച്ച് ലൈറ്റ് പിടിക്കുന്ന കാലഘട്ടത്തിൽ വന്നതോടുകൂടി ഈ പറഞ്ഞ എല്ലാ യക്ഷികളും എവിടെയോ പോയി മറഞ്ഞു. അപ്പോൾ ഈ യക്ഷികളൊക്കെ തികച്ച് സാങ്കല്പികമായിരുന്നു എന്നുള്ളത് കാലം തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴും 90% പേര് വിശ്വസിക്കുന്നു. എന്നെ പോലുള്ളവർ, ഞങ്ങൾക്കൊക്കെ പിന്നീട് മനസ്സിലായി, കാലങ്ങളൊക്കെ മാറി, ഞങ്ങൾ വേറെ ജീവിതത്തിൽ ചിന്ത വന്നു, നമ്മൾ കൂടുതൽ സയൻസിനെ കുറിച്ച് പഠിച്ചു, മറ്റ് ചിന്താഗതി വന്നു. ഭൂമി മാത്രമല്ല ഈ ലോകത്തുള്ളത്, പ്രകൃതി ഇങ്ങനെ കിടക്കുകയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും കാര്യങ്ങൾ പിടികിട്ടുകയും ചെയ്തതിന് ശേഷം ഇലക്ട്രിസിറ്റി കൂടെ വന്നപ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു യക്ഷിയെ കാണാൻ പറ്റുമോ? ഇന്നാണെങ്കിൽ ദുർമരണങ്ങളേ ഉള്ളൂ. റോഡേ ഡെയിലി ഒരു 50 എണ്ണം ആക്സിഡൻറ്റ് ചാവും. 50 എണ്ണമെങ്കിലും ഡെയിലി ചാവും. പിന്നെ ഒരു കുറഞ്ഞത് നമ്മൾ ചുറ്റുവട്ടത്ത് തന്നെ സൂയിസൈഡ് കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സൂയിസൈഡ് ഇല്ലാത്ത എത്ര ദിവസമുണ്ട്? ഒരു മാസത്തിൽ